സുദീർഘമായ 32 വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് 31-ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ സേവ്യറിന് യാത്രയയപ്പ് നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് presented by Santa Monica Study Abroad. പഠിക്കാമിനി അതിരുകളില്ലാതെ. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷമായി കട്ടപ്പന സബ് ജില്ലയ്ക്ക് കീഴിലുള്ള 50 സ്കൂളുകളുടെ ചുമതല വഹിക്കുന്ന സേവ്യർ സാർ മാതൃകയാണെന്ന് ഫാദർ ജോർജ് തകടിയേൽ പറഞ്ഞു. അവസാനം വരെ സാറ് പുലർത്തിയിട്ടുണ്ട്. പല അവസരങ്ങളിലും സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരാവശ്യങ്ങളുമായിട്ട് സാറിനെ സമീപിച്ചിട്ടുണ്ട്. വളരെ ഉദാരമായ രീതിയിൽ ഉള്ളൊരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു മറുപടിയാണ് സാറിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് സാറിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓഫീസിൽ ചെല്ലുമ്പോൾ സാറിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു കെട്ട് ഫയലുണ്ടാകും. ഞാൻ ചോദിക്കും, സാറേ ഇത് സാറ് തീർക്കാനുള്ള ഫയലാണോ എന്ന് ചോദിച്ചാൽ സാറ് പറയും, അല്ല ഇത് ഞാൻ ഇന്നലെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി ചെയ്തുകൊണ്ട് ഇരുന്നതാണ്, തിരിച്ച് രാവിലെ വന്നപ്പോൾ ഇത് കൊണ്ടുവരിക ചെയ്തത്. സാറിന് പലപ്പോഴും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ ഞായറാഴ്ചയൊക്കെയാണ് എന്നാണ് സാറിനോട് അല്പം കൂടി സംസാരിക്കാനായിട്ട്, ഫോണിലാണെങ്കിൽ സംസാരിക്കാൻ സമയം കിട്ടുക. അപ്പോൾ രാത്രിയിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലൊക്കെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, തൻ്റെ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ സാറിനെ കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ജോലി ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ള പരാതി ഉയരുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു വ്യക്തിത്വമായിട്ടാണ് ബഹുമാനപ്പെട്ട സേവ്യർ സാറിനെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത്, അതിൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ഉപഹാരങ്ങൾ കൈമാറി. യോഗത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ R. വിജയ്ക്കും ഉപഹാരം കൈമാറി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷത വഹിച്ചു. മുൻ കട്ടപ്പന DEO PK മണികണ്ഠൻ, ഫാദർ ജോൺ പൊരുന്നോലി, ജോസഫ് മാത്യു, MD തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു.
ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്